ഭരണപക്ഷത്തെ 2 MLA-മാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി നൽകാൻ പ്രതിപക്ഷം. അൻവർ സാദത്തിന്റെയും വി കുഞ്ഞികൃഷ്ണന്റെയും സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്നാണ് ആവശ്യം. അൻവർ സാദത്ത് പ്രതിജ്ഞയ്ക്കൊപ്പം ആലുവക്കാർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിലാണ് തർക്കം. വി കുഞ്ഞികൃഷ്ണൻ സത്യവാചകം ചൊല്ലുമ്പോൾ പ്രോടൈം സ്പീക്കർ കസേരയിൽ ഉണ്ടായിരുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അനിരു അശോകൻ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിരു, പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെയാണോ സംഭവം ഉണ്ടായിരിക്കുന്നത്? പ്രോടൈം സ്പീക്കർ വി കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താണ് വിവരങ്ങൾ? ശ്യാമിലി, മെയ് 21-നാണ് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളായ 140 MLA-മാരിൽ 139 MLA-മാരും പ്രോടൈം സ്പീക്കറായ ജി സുധാകരന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിലിപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഭരണപക്ഷത്തെ MLA-ആയ ആലുവ MLA അൻവർ സാദത്തിൻ്റെയും പയ്യന്നൂർ MLA-ആയ വി കുഞ്ഞികൃഷ്ണൻ്റെയും സത്യപ്രതിജ്ഞകൾ റദ്ദാക്കിക്കൊണ്ട് ഇവരെ വീണ്ടും സത്യവാചകം ചൊല്ലിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. കാരണം അൻവർ സാദത്ത് സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ സത്യവാചകം ചൊല്ലിയ ശേഷം തൻ്റെ പ്രിയപ്പെട്ട ആലുവക്കാർക്കുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നുള്ളതാണ് LDF പറയുന്നത്. കാരണം ഒരു ഭരണഘടനയുടെ അനുച്ഛേദം 188 പ്രകാരമാണ് MLA-മാർ സത്യപ്രതിജ്ഞ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുന്നത്. ഈ അവസരത്തിൽ ഒരു കൃത്യമായ വാചക ഘടനയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് MLA-മാർക്ക് നൽകുന്നത്. ഈ പ്രതിജ്ഞാവാചകത്തിൽ അധികമായി ഒരു വാക്കോ വാചകമോ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. ഇത് മറികടന്നുകൊണ്ട് അധികമായി അൻവർ സാദത്ത് ഈ പറയുന്ന ആലുവക്കാർക്ക് നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം പയ്യന്നൂർ MLA-ആയ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപിച്ച് CPM-ൽ നിന്ന് പുറത്തുപോയ ഈ കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രോടൈം സ്പീക്കറായ ജി സുധാകരൻ ചെയറിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ചില ശാരീരിക അസ്വസ്ഥതകൾ കാരണം പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഇക്കാര്യത്തിൽ അവർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അൻവർ സാദത്ത് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിയ ശേഷമാണ് ഇത്തരത്തിലൊരു നന്ദി പ്രകടനം നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിലൊരു വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല എന്നാണ്. വി കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം പ്രോടൈം സ്പീക്കറായ ജി സുധാകരൻ ഒരു 2 മിനിറ്റ് ഇടവേള ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനിടയിൽ തന്നെ വി കുഞ്ഞികൃഷ്ണൻ്റെ സത്യവാചകം ചൊല്ലി തുടങ്ങിയിരുന്നു. ഇത് തടസ്സപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആണ് അത് തുടർന്നത്. എന്തായാലും പിന്നീട് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കി ജി സുധാകരൻ ചെയറിലെത്തിയ ശേഷം അദ്ദേഹത്തിന് കൈ കൊടുത്തു. അതുകൊണ്ട് തന്നെ അനിരുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.